ചക്കേൻ്റെയും ചക്കക്കുരുവിൻ്റെ സീസണല്ലേ, അപ്പം നമുക്ക് ചക്കക്കുരു വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു, ചുണ്ടയ്ക്ക്, മുരിങ്ങക്കായും വേണം. ചക്കക്കുരു നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കണം. ചുണ്ടയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ വടുകൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഞങ്ങളിതിന് ചുണ്ടയ്ക്ക എന്നാണ് പറയുക. ഇത് നന്നായിട്ട് കൊത്തി പൊട്ടിച്ചിട്ട് കല്ലിലിട്ടിട്ട് കുത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ മുരിങ്ങക്കായ എടുത്തിട്ട് കുരു കളഞ്ഞ് മുരിങ്ങക്കായൻ്റെ തൊലി കുരുവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഉള്ളിലത്തെ കാമ്പ് തോണ്ടിയെടുക്കണം. സ്പൂണ് വെച്ചിട്ട് ചിരണ്ടിയാൽ മതി, അപ്പം നന്നായിട്ടതിങ്ങനെ കിട്ടും. പിന്നെ കുരു കളഞ്ഞ് പിന്നെ വെള്ളത്തിലിട്ട ചുണ്ടയ്ക്ക അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് മാറ്റി വേർതിരിച്ചെടുത്തിട്ട് ചക്കക്കുരുവും മുരിങ്ങക്കായും ചുണ്ടയ്ക്കയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് ശകലം ഉപ്പും ചേർത്ത് കുക്കറിൽ വെച്ച് വേവിക്കുക. കുക്കറിൽ ഒരു ഒറ്റ വിസിൽ മതി. അപ്പോഴേക്കല്ല ഉന്നി കൂടുതലായാൽ വെന്തുടഞ്ഞു പോകുകയെ. അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ള സാധനം റെഡിയാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയെടുക്കണം. കുറച്ച് ചെറിയുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, ഇതൊക്കെ എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. അപ്പോൾ കുറച്ച് പിന്നെ കാന്താരിപ്പൊടിയും കൂടി ഇടണേ. കാന്താരിപ്പൊടി എന്ന് പറഞ്ഞാൽ കാന്താരി ഇല്ലാത്തതും കൊണ്ടാണ് കാന്താരിപ്പൊടി ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോഴേക്കും വെന്ത ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകിടുക, കറിവേപ്പില ഇടുക. എന്നിട്ട് വെന്ത ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ കൂടി അതിനകത്ത് ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അതിനകത്ത്, കുക്കറിൽ വെന്തതല്ലേ. അതിലേക്ക് നമ്മുടെ അരപ്പ് ഒന്നിട്ട് വെച്ചിട്ട് തട്ടിപ്പൊത്തി വെച്ച് വേവിക്കുക. ഒന്ന് ആവി കയറാൻ വെക്കുക. അപ്പോൾ ഒന്ന് ആവി കയറി വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. അതൊന്നിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി ആ വെള്ളം ഒന്ന് തോർത്തിയെടുക്കുക. ആ വെള്ളം തോർത്തിയെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു, മുരിങ്ങക്കായ, ചുണ്ടയ്ക്ക തോരൻ റെഡിയായി. ഇങ്ങനത്തെ ചക്കക്കുരു തോരൻ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.